പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന പോകുന്ന അനന്തപുരിയിലേക്ക്. നയന പോകുന്നതിൽ ആദർശിനും അതുപോലെ തന്നെ ദേവയാനിക്കൊക്കെ വിഷമമുണ്ടായിരുന്നെങ്കിലും എന്താ സംഭവം എന്ന് ആദർശിന് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അമ്മ കാണാൻ, അമ്മയുടെ കൂടെ താമസിക്കാൻ, അതുപോലെ തന്നെ ചേച്ചിയുടെ വെനീത്തിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹപ്രകാരം പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷേ പോകുന്ന സമയത്തുള്ള നമ്മുടെ നയനയുടെ മുഖത്തെ വിഷമവും ദേവയാനിയുടെ മുഖത്തെ വിഷമമൊക്കെ ആദർശിന് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ആദർശ് എന്തായാലും അത് പോയതിന് ശേഷം കനകയൊക്കെ നമ്മുടെ നയനനെ കൊണ്ടുപോയപ്പോൾ അനാമിക തറഞ്ഞ് വലിയ സന്തോഷത്തിലാണ് വരുന്നത്. രണ്ടുപേരും ഇല്ല. ഇനി അനന്തപുരി കുറച്ച് ദിവസം അടക്കി ഭരിക്കാനുള്ള പ്രതീക്ഷയോടുകൂടിയൊക്കെ തന്നെയാണ് നമ്മുടെ അനാമിക ഓടി വരുന്നത്. എന്തായാലും ദേവയാനിക്ക് വല്ലാത്തൊരു വിഷമവും ഫീലിങ്ങൊക്കെ തന്നെയായിരുന്നു. നയനയില്ലാണ്ട് ഭക്ഷണം ആദ്യത്തെ പോലെ തന്നെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുക, പാചകം ചെയ്യുക, അതൊക്കെ കുറഞ്ഞ്. അപ്പോൾ അവിടെ എല്ലാവർക്കും മനസ്സിലാവും. എന്തോ ഒരു സംശയമൊക്കെ തോന്നി. അപ്പോൾ ജാനകിയും ജലജൻ്റെ രഹസ്യം പറയുന്നുണ്ട്, മരുമോള് പോയത് ഇഷ്ടമായില്ലാതെ തോന്നുന്നുണ്ട്, മരുമോള് പോയത് വിഷമമായി എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പഴയ പോലത്തെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലല്ലോ, താല്പര്യമില്ല. ഇപ്പം മകനായാലും ഭക്ഷണം വെച്ചൊരുക്കി കൊടുക്കാനൊന്നും ചേച്ചിക്ക് ഏട്ടത്തിക്ക് വലിയ താല്പര്യമൊന്നും കാണില്ല. ഇത് നമ്മളെ കളിപ്പിക്കുന്നത് തന്നെയാണ്, അവളെ ഇഷ്ടമെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ജാനകി തിരുത്താനാണ് നോക്കിയത്. എന്തായാലും അതിനുശേഷം അബിനെ അനഘ ഒരുപാട് തവണ വിളിച്ചെങ്കിലും അബി ഫോൺ എടുക്കാൻ കൂട്ടാക്കില്ല. ഫോൺ എടുക്കാണ്ട് ഒഴിഞ്ഞു മാറാൻ നോക്കും. കാരണം അബിനൊക്കെ എന്ത് പറയണമെന്ന് അറിയില്ലാത്തൊരു പേടി കടന്നുകൂടി അബിക്ക്. ഇത്രയും നാളത്തെ പോലെയല്ല, അതും ഒരു കുഞ്ഞുണ്ട്, ജനിച്ചു എന്നും കൂടെ ആയതോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുള്ള തലയിൽ നിന്ന് പോകില്ല എന്ന് മനസ്സിലായതോടുകൂടി അബി ആകെ മാനസികമായി തളരാണ് ചെയ്തത്. നവ്യ പോയ വിഷമമെന്ന് വിചാരിച്ച് ജലജ സംശയത്തോടെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. ജലജനോടൊക്കെ ദേഷ്യപ്പെടുന്ന അബി ചെയ്യുന്നത്. എല്ലാവരോടും ദേഷ്യം, നേരത്തിന് ഭക്ഷണം കഴിക്കില്ല, വീട്ടിൽ വരില്ല, എല്ലാവരും വഴക്ക് പറഞ്ഞിട്ടും ഒന്നും കേൾക്കാത്ത പോലെ ഒരു പ്രതിമ പോലെയാണ് അബി ജീവിച്ചത്. അബിക്ക് പേടിയായിരുന്നു ഏത് നിമിഷവും അനന്തപുരിയിൽ നിന്ന് പുറത്താവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായിട്ട് തന്നെയാണ് അയാൾ ജീവിച്ചത്. ഭയങ്കരമായിട്ട് ടെൻഷനും മാനസികമായ സമ്മർദ്ദത്തോടു കൂടിയൊക്കെ തന്നെയാണ് അബി അവിടെ കഴിഞ്ഞത്. ഇതേ സമയം തന്നെ അബി ഫോൺ എടുക്കാത്തതോടുകൂടി നമ്മുടെ അനഘയ്ക്ക് വല്ലാത്ത വിഷമവും ടെൻഷനും, ഏത് നിമിഷവും മരിച്ചു പോകാവുന്ന ഒരു രോഗിയെന്ന് പറഞ്ഞിട്ട് പോലും അബിയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഒരു കരുണയും കിട്ടാത്തതോടുകൂടി തന്നെ അനഘ ഒരു തീരുമാനം. അങ്ങനെ അയാളുടെ ചേട്ടനെ കാണാൻ പോണു. ആദർശ് നല്ല മാന്യനാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ആദർശിനെ വിളിച്ചു ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കുന്നു. ആദർശ് അബിയുടെ കാര്യം എന്ന് പറഞ്ഞൊരു പെണ്ണെന്ന് പറഞ്ഞതോടുകൂടിയാണ് ആദർശ് പോവാൻ തന്നെ കൂട്ടാക്കിയത്. എന്തായാലും അവിടെ ചെന്നിട്ട് അറിഞ്ഞ കാര്യങ്ങളൊക്കെ അയാളെ വല്ലാതെ തളർത്തി. കാരണം അനഘ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അബിക്ക് ആദർശിന് വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അബിയുടെ സ്വഭാവം അങ്ങനത്തെ ആയതുകൊണ്ട് തന്നെ. പക്ഷേ അബി കല്യാണം കഴിഞ്ഞ് ഭാര്യ പ്രസവത്തിന് പോയേക്കണെന്നൊക്കെ ഉള്ള കാര്യം അപ്പോഴാണ് അനഘ അറിയുന്നത്. അത് നമ്മുടെ ആദർശ് പറഞ്ഞാണ് അറിയുന്നത്. അപ്പോൾ അബി അങ്ങനെയൊന്നും പറഞ്ഞില്ല. പെണ്ണിൻ്റെ വീട്ടുകാർ വരുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആദർശിനോട് പറയുന്നു അനഘ. അപ്പോൾ പറയും, അല്ല വിവാഹം കഴിച്ച് അതും ഒരു ജാതിയിലൂടെയൊക്കെ തന്നെയാണ് ഈ വിവാഹം കഴിച്ചതും, അതേക്കുറിച്ച് പറയാണ്ടിരിക്കാനാണ് ഭേദം. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ജീവിതം നശിക്കുക. അവൾ 7ാം മാസത്തിൽ പ്രസവത്തിനായിട്ട് വീട്ടിലേക്ക് പോയേക്കണം. എൻ്റെ ഭാര്യയുടെ ചേച്ചീന് ഒരിക്കലും ഞങ്ങൾക്ക് അവളെ ഉപേക്ഷിക്കാനോ അതുപോലെ തന്നെ ഒന്നിനും പറ്റില്ല. നിങ്ങളുടെ കാര്യം എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപവുമില്ല. ആരോട് പറയും, എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ആദർശ് അവിടെ തല കറങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.